ഒരുപാട് നാളത്തെ എൻ്റെ ചിന്തയാണ്. അത് എന്നിൽപ്പെട്ട അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയുടെയും ഒരു നടൻ രൂപപ്പെടാൻ പ്രധാന കാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ആഗ്രഹം സിനിമയാണെന്നിരിക്കെ, അഭിനയിക്കുകയാണെന്നിരിക്കെ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു ഒരു ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഷാജോൺ ചേട്ടനും സെറിനും ഒഴിച്ച് ബാക്കി 11 പേരും എനിക്ക് ഒരുപക്ഷെ അവരെ ഒരു 18 വർഷമായിട്ട് എനിക്കറിയാം. കാരണം ഞാനും അതേ നാടക സംഘത്തിൽ, ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിൽ ഞാനൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. ജോളി ആൻ്റണി എന്ന് പറയുന്ന ആക്ടറുണ്ട്. ജോളി അവിടെ ലൈറ്റ് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ആക്ടറായിട്ടും കർണഭാരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോളി പേഴ്സണലി അയാൾ ജോലി ചെയ്യുന്നത് ഒരു ടൈൽ പണിക്കാരനാണ് ബേസിക്കലി. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ഒരു ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ സീനിയേഴ്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സെൽവൻ ചേട്ടൻ എടുത്താൽ സെൽവൻ ചേട്ടൻ ഷൂട്ടിൻ്റെ സമയത്താണ് സെൽവൻ ചേട്ടൻ്റെ റിട്ടയർമെൻ്റ് ഉള്ളത്. ഒരു ഹെഡ് ലോഡ് വർക്കറായിരുന്നു, ലോഡിങ് അൺലോഡിങ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ് ലോഡ് വർക്കറായിരുന്നു. അല്ലെങ്കിൽ അയച്ചേട്ടൻ എടുത്താൽ അയച്ചേട്ടൻ ഒരു പെയിൻറ്റിങ്, വീട് പെയിൻറ്റിങ്ങിനൊക്കെ പോകുന്ന പെയിൻറ്റിങ് പണിക്കാരൻ. സുധീറേട്ടൻ എന്ന് പറഞ്ഞാൽ സുധീറേട്ടൻ ആക്ച്വലി എന്നെ സ്കൂളിൽ നാടകം പഠിപ്പിക്കാൻ വന്നിട്ടുള്ള എൻ്റെ തിയേറ്റർ ടീച്ചറാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 3-4 നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരു തിയേറ്റർ ടീച്ചറാണ്. ഇപ്പോഴും സ്കൂളുകളിൽ നാടകം പഠിപ്പിക്കാൻ പോവുകയും ഇപ്പം യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ നാടകമൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു തിയേറ്റർ അധ്യാപകനാണ് സുധീറേട്ടൻ. ഇപ്പം സന്തോഷേട്ടൻ പിറവത്താണ്. സന്തോഷേട്ടന് ഒരു പച്ചക്കറി കടയുണ്ട്, ഓട്ടോ ഓടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സിജിൻ ചേട്ടന് ഒരു റെഫ്രിജറേറ്ററിൻ്റെയൊക്കെ ഒരു മോട്ടോർ വൈൻഡിങ് വർക്ക്ഷോപ്പ് ഉണ്ട് തൃപ്പൂണിത്തറയിൽ. സനോഷ് ഒരു അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അമ്പലത്തിൽ കൊട്ടാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ പ്രശാന്തിനെ എടുത്താൽ പ്രശാന്ത് ഒരു ടൂർ ഓപ്പറേറ്ററാണ്. ബേസിക്കലി വർഷങ്ങളായിട്ട് അതിനു മുമ്പൊക്കെ ഒരു ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടൂർ ഓപ്പറേഷൻസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നുള്ളത് മദൻ ചേട്ടനാണ്. അദ്ദേഹം ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ തൃശ്ശൂരാണ് പോസ്റ്റഡ്. അപ്പം കൊച്ചിയിൽ നിന്ന് പോയി വരികയാണ്. അപ്പം നന്ദൻ ഓഫ്കോഴ്സ് സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്കിടയിലൊരു തമാശയാണ്. അതായത് കുറച്ച് ആളുകൾ കൂടി കണ്ടു കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അതെ നമുക്കൊന്നിരിക്കണ്ടേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇരിക്കുന്നത് ഏതെങ്കിലും ചായക്കടയിൽ പോയിട്ട് ചായ മേടിച്ചിട്ട് ഉള്ള ഇരിപ്പാണ്. അതിന് ആ ചായ തീരുന്നിടത്ത് ആ ഇരിപ്പ് അവസാനിക്കും. അപ്പം ഞങ്ങളന്ന് ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് തീരുമാനം എടുത്ത് ഞങ്ങൾ പഴയതുപോലെയുള്ള കുറേ കാലമായിട്ട് സംസാരിക്കണം. അപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് ഇതൊന്ന് കഴിയട്ടെ, നമുക്കൊന്നൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലൊരു ഓപ്ഷൻ കണ്ടു. കാരണം അധികം ദൂരമില്ല, 1-2 മണിക്കൂർ മാക്സിമം ഉള്ളൂ. പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസോർട്ടും ബുക്ക് ചെയ്തു. അന്ന് എല്ലാവരും വിളിച്ചു, എല്ലാവരും വന്നു. അത് നല്ലൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു പോക്കായിരുന്നു. പക്ഷെ അതിന് ഞങ്ങളുടെ നാടക യാത്രകളുണ്ട് ട്രെയിനിലൊക്കെ. അന്നേരമൊക്കെ ഞങ്ങളിത് പറയാറുണ്ട്, നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണം. അന്നൊക്കെ ഉദ്ദേശിച്ചത് ഷോർട്ട് ഫിലിമൊക്കെ ഉദ്ദേശിച്ചുള്ളൂ. സിനിമയൊന്നും നടക്കുമെന്നുള്ള ധാരണ ഉണ്ടായതേ ഇല്ല. വിനയും നമ്മുടെ ഗിരീഷ് മേനോനും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് പുതിയ ആർട്ട് സിനിമയെക്കുറിച്ച് ആലോചിച്ചുകൂടാ, നമ്മൾ സിനിമ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം എന്തുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് സിനിമ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലേക്ക് മേനോനാണ് ആശയം വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് വിനയ് ഫോട്ടോ ആണ്. കാര്യം വെച്ചാൽ വിനയ്ക്കാണ് കൂടുതൽ ബന്ധങ്ങളും ഇത്രയും കൂടെ എല്ലാവരെയും കണക്ഷനും പ്രൊഡക്ഷനും എല്ലാം പരിചയമുള്ളൂ. അപ്പോൾ വിനയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വിനയ് പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. അതിനുശേഷമാണ് രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നത്. അപ്പോഴാണ് വിനയ് ഇതുപോലെ വാട്സപ്പിൽ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, വിനയ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് തന്നെയാണ്, ഇപ്പോൾ നമുക്ക് നല്ലൊരു സമയമാണ്, ആർക്കും വർക്കുകളില്ല, തിരക്കുകളില്ല, എന്തെങ്കിലും ഒരു ത്രെഡ് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. വിനയ് ഇത് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ആ സമയത്ത് വേറെ സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓണസ്റ്റ്ലി എനിക്ക് ഐ ഫെൽറ്റ് അഷെയിംഡ് ദാറ്റ് ഞാൻ സിനിമ ചെയ്യണം എന്ന് ആലോചിക്കും. ഞാൻ എഴുതുന്ന സമയത്തൊന്നും തന്നെ ഇവരെ ആരെയും കാസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. വേറെ ഒരു സിനിമ, കംപ്ലീറ്റ്ലി ടിപ്പിക്കലായിട്ടുള്ള ഒരു സിനിമ ആലോചനകളും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. തൊട്ടുപുറേ ആനന്ദ് ഒരു കഥ പറയുകയും എല്ലാവർക്കും വർക്കായി, അതിനേക്കാൾ ഉപരി വിനയ്ക്കത് വർക്കായി. അങ്ങനെ അത് ആനന്ദ് തന്നെ ഡെവലപ്പ് ചെയ്തു. ഡെവലപ്മെൻ്റ് ഓരോ ഘട്ടവും വളരെ രസകരമായിട്ടാണ് ഗ്രൂപ്പ് സ്വീകരിച്ചത്. ഇന്നങ്ങനെയല്ല. വിനയനെ പോലത്തെ ഒരാൾ, ഗിരീഷിൻ്റെ കയ്യിൽ അത്യാവശ്യം എല്ലാ എക്യുപ്മെൻസും ഓക്കെ ഓൾറെഡി. ആനന്ദാണെങ്കിൽ ആ ഒരു രീതിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ,
ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിലൂടെയാണെങ്കിൽ ആനന്ദ് ഒരു മികച്ച സംവിധായകനാണെന്ന് തെളിയിച്ച് അങ്ങനെ കൂടെ നിൽക്കുന്നു. പിന്നെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം ആൾക്കാർ വേറെയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് എവിടെയെങ്കിലും എത്തിയിരിക്കും. ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഇതിൽ ആദ്യം കഥ വായിക്കണതിനേക്കാളും ഈ കഥയെക്കുറിച്ച് ഇങ്ങനെ ആദ്യം ഇങ്ങനെ വെറുതെ പറയണമായിരുന്നു. കുറച്ച് പറഞ്ഞു വന്നിട്ട് പിന്നെ പറയും ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഒരു ഇതെന്തൊരു സിനിമയാടാ എന്നൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതെന്തൊരു സിനിമയാണിത് ഇത്. കാരണം ഞാനായിട്ട് തന്നെ അഭിനയിക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ടൊക്കെ തന്നെ അഭിനയിക്കുക. അങ്ങനെ ഒരു സിനിമ ഇന്നുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് നമ്മുടെ ഒരു അറിവ്. വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പടമാണ് വിനയ്. അവനെ ഒരുപാട് അവസരങ്ങൾ മാറ്റി വെച്ചിട്ട് അവൻ പറയുന്നത് നിങ്ങളെ വേറൊരു തരത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല, ഞാനൊരു ആക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ ഒപ്പം നിന്ന് നമുക്കൊരുമിച്ചൊരു സിനിമ ചെയ്യാം. പിന്നെ പടിപടിയായിട്ടാണ് ഒരു ചെറിയൊരു സീനുണ്ടാക്കി അതിൻ്റെ ഒരു റിഹേഴ്സൽ നടന്നു ഓൺലൈനായിട്ട്. കോവിഡ് ടൈമിലായിരുന്നു അതിൻ്റെ റിഹേഴ്സൽ നടന്നത്. ഒരു മാസം ഏകദേശം 40 ദിവസത്തോളം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഒരു പ്രൊഡ്യൂസർ നമുക്ക് വീഡിയോ എടുത്ത് തന്ന് അവിടെ വെച്ചിട്ടാണ് റിഹേഴ്സലൊക്കെ. അപ്പോൾ ആ സമയത്തുള്ള കൺഫ്യൂഷൻസും എല്ലാം അവിടെ തീരുമായിരുന്നു. ആനന്ദും വിനയും കൂടെ ചെന്നിട്ടാണ് ഒരു പ്രൊഡ്യൂസറെ പിച്ച് ചെയ്യുന്നത്. പ്രൊഡ്യൂസറെ പിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു പൈലറ്റ് ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ 15 മിനിറ്റിൻ്റെ കഥ പറയുന്നു, പൈലറ്റ് കാണിക്കുന്നു. പൈലറ്റ് 12 മിനിറ്റ് കണ്ടു കഴിഞ്ഞ് അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള പുള്ളിയുടെ മുഖത്ത് എക്സൈറ്റ്മെൻറ്റ് കാണാം. അപ്പം അത് കഴിഞ്ഞു, പൈലറ്റ് സ്റ്റോപ്പ് ചെയ്തു, ഇൻ്റർവെൽ പോയിൻ്റ് വരെ കഥ പറഞ്ഞു. തമാശ എന്ന് വെച്ചാൽ പുള്ളി ഇൻ്റർവെൽ വരെ കഥ കേട്ടുള്ളൂ. പുള്ളി എന്നോട് ചോദിച്ചു ഇതെപ്പോൾ ചെയ്യണം. പക്ഷേ ഒരു ഗ്രൂപ്പിലെ ആളുകൾ, ഒരു നാടകം ചെയ്ത ആൾക്കാർ ഒരു സിനിമ ചെയ്തത് എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നേരത്തെ ചോദിച്ചോലെ നമ്മളവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്തും ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. കാരണം അത്രയും ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. എഴുതിയത് ഞങ്ങളുടെ സ്വഭാവം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സ്വഭാവം എന്ന് വെച്ചാൽ ഈ കഥയിൽ സ്വഭാവം വന്നെന്നല്ല. ഇപ്പോൾ ആനന്ദുമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആനന്ദിനെ എനിക്ക് ഒരു പക്ഷേ അത്ര ഡീപ്പായിട്ട് വാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ആനന്ദ് ഒരു റൈറ്റർ എന്ന രീതിയിൽ ശരിക്കും നമ്മളെ വാച്ച് ചെയ്തിട്ട് അയാൾ അങ്ങനെയായിരിക്കും പറയുന്നത്. കണ്ടല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ടേക്ക് 6 ടേക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ കാരണം ഇത്രയും പേര് കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ കൂടി ഞാൻ ചിന്തിച്ചു പോകും. അയ്യോ ഞാൻ കാരണമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വലിയൊരു ലെങ്ത്ത് ഡയലോഗാണ്, അത് പറയാൻ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറൊരു മറ്റേത് എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഈ ചോദ്യം കറക്റ്റാണ് കേട്ടോ. എനിക്കത് ഇറിറ്റേഷനാണ്. നമ്മൾ ആദ്യം ഇതും കൂടി കേൾക്കുമ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ വേറെ അവൻ തന്നെ ഈ വിനയ് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നല്ല സന്തോഷകരമായുള്ള കാര്യങ്ങളൊക്കെ പറയാം. എപ്പോഴും പറയാറുണ്ട്, ചന്ദ്രാസൻ മാഷ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പെർഫോമൻസിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മളെ വിലയിരുത്താവൂ. നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് നമ്മളെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അവിടെ കട്ടായി പോകും. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് സിനിമ തുടങ്ങുന്ന മുമ്പ് എല്ലാവർക്കും സ്ക്രിപ്റ്റ് കിട്ടി എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം വെച്ചാൽ എല്ലാവർക്കും അതുകൊണ്ട് ഇന്ന തെറ്റിപ്പോകുന്നോ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്തായാലും എന്തും പറയാൻ റെഡിയാണ്. സത്യത്തിൽ നാടകബാധ കയറിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ നാടകബാധ മാറ്റി കുറച്ചും കൂടി റിയലായിട്ട്, കുറച്ചും കൂടി ഫ്രീ ആയിട്ട്, കുറച്ചും കൂടി ഫ്രഷായിട്ട്, എങ്ങനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ സിനിമ അതിലെങ്ങനെ അഭിനയിക്കാൻ പറ്റും അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമൊക്കെ ഈ സിനിമയുടെ ഒപ്പം നിന്നിട്ടുള്ളത്. ആനന്ദ് പറയുന്നൊരു വാക്കുണ്ട്, അഭിനയിക്കുമ്പോൾ അതിനകത്തൊരു സത്യം ഉണ്ടാവണമെന്ന്, ഒരു ജെനുവിനിറ്റി ഉണ്ടാവണമെന്ന്. നമ്മളൊക്കെ ഡിമാൻഡ് ചെയ്യുമ്പോൾ കുട്ടികളോടാണെങ്കിലും പറയുന്ന കാര്യമാണ്, നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അതിനകത്തൊരു ജെനുവിൻ ആയിരിക്കണം. നിങ്ങളുടെ ആ തോട്ട് പ്രോസസ് കറക്റ്റ് ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന ഡയലോഗ് കൃത്യമായിരിക്കും. ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മാർക്കിടാൻ പോകുന്നത് റൈറ്റിംഗ് ആണ്. ആസ് എ റൈറ്റർ ഈ പറയുന്ന ആനന്ദിൻ്റെ ഒരു ക്വാളിറ്റിയും മറ്റേ ഈ ആനന്ദ് എങ്ങനെ ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ക്യാപ്ചർ ചെയ്തു എന്നുള്ള പരമാവധി ഇത് കണ്ടുപഠിക്കുക എന്താണ്. ഇപ്പോൾ വിനയ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തോന്നുന്നത് അതിൻ്റെ ഒരു ചെറിയ റിസൾട്ടൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ബോറിംഗ് തോന്നുന്നുണ്ട്. അല്ലാത്ത സമയത്ത് മാറി എന്നിട്ട് ഞങ്ങൾ സാധാരണ സംസാരിക്കാറുള്ള മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം ഇതിൻ്റെ ആവശ്യമില്ല. സിനിമ റിക്വയർസ് ഓരോരുത്തരും അവരവരുടെ റോളുകൾ ചെയ്യുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഞാൻ സിനിമയിൽ അവരവരുടെ റോൾസും പൊസിഷൻസും ഭംഗിയായിട്ട് ഓരോരുത്തരും ചെയ്താലേ അത് സിനിമ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സനോഷ് ചേട്ടൻ, പിന്നെ ജോളി ചേട്ടൻ, ഇവരുടെ ഈ മൈക്രോ റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഒരാൾ ഡയലോഗ് പറയുന്ന സമയത്ത് ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നതും ആ മൈക്രോ റിയാക്ഷൻസും മൂമെൻറ്റ്സും ആണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. അപ്പം ഞാൻ നടനല്ലാത്തതുകൊണ്ട് തന്നെ അവൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും,
ചെയ്യണ സമയത്ത് കൂളായിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇതുപോലെ പറഞ്ഞ പോലെ ആ ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദിന് ഭയങ്കര ഗംഭീര എന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞത്. അതെല്ലാം ഓരോരുത്തരും എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ പർട്ടിക്കുലർ എല്ലാവരും ശരിക്കും പറഞ്ഞ നായകന്മാരാണ്. ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എനിക്ക് മനസ്സിലാവണത് ഇത് സംഗതി ഒരു പിടിവിട്ട പോക്കാണ്. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ഭയങ്കര വലിയ പോക്കാണെന്ന് മനസ്സിലാവും. സനോഷ് വന്നിട്ട് നന്ദന തല്ലാൻ പോണ സീനൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇതായി. കാരണം വെച്ചാൽ അവൻ അത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവൻ റിയൽ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ തല്ലാൻ പോയിട്ടുണ്ടാവില്ല. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് പലരും ആ രീതിയിൽ തന്നെ. ഇപ്പോൾ സനോഷ്, പ്രശാന്ത്, ജോളി, ഇവരൊക്കെ ഇത്ര നാൾ എവിടെയായിരുന്നു? ഈ ഒരു കാര്യം വളരെ അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസിനകത്ത്. ആ ഒരു പെർഫോമൻസിനകത്തുള്ള സത്യമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ക്യാമറ ചെയ്ത് അനിരുദ്ധാണ്, സൗണ്ട് ചെയ്ത് ജിക്കു, എല്ലാവരും ഫുൾ ഓണായിരുന്നു, ഫുൾ സപ്പോർട്ടിങ് ആയിരുന്നു. ഷാജോൺ ചേട്ടൻ വരുമ്പോഴും ഷാജോട്ടൻ ആ സിനിമ കാണുമ്പോൾ വരുമ്പോഴും ഷാജോൺ ചേട്ടൻ ഞങ്ങൾ ഗ്രൂപ്പിൽ അംഗമല്ലെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ആ സിനിമ കാണുമ്പോൾ ഞങ്ങളുടെ ഇതായിട്ട് തന്നെ, കാരണം അതുപോലെ പുള്ളി അഭിനയിച്ചേക്കണത്. അത് മാത്രമല്ല അദ്ദേഹം അഭിനയിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു നിന്നിട്ടുണ്ട് എത്ര ഈസി ആയിട്ട് അഭിനയിക്കും. ഞങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. സെറിൻ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം സെറിൻ വേറെ രീതിയിൽ എക്സ്പോഷർ ചെയ്തിട്ടുള്ളൊരു ആക്ട്രസ്സാണ്, വളരെ പ്രൊഫഷണലായിട്ട്. They were very welcoming, in fact. And they were very curious about me and I was curious about them. So that really helped. If that curiosity wasn't there, I don't think Atom would be what it is right now. ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഓമോ ഇതൊരു വലിയ സംഭവത്തിലേക്കാണല്ലോ പോണത്. ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. സെൽവൻ ചേട്ടനൊക്കെ നാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഭയങ്കര റിയലായിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ. ഒരു കലാകാരൻ മനസ്സിലാവണം, നമുക്ക് എന്ത് ജോലി ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി സിനിമയിൽ നല്ല നടനായാൽ ഭാഗ്യമുണ്ടെങ്കിൽ ആയാൽ പോലും ഞാൻ അത് തന്നെയാണ്. It's okay if you're bad. You just have to try something different. എന്ന അതൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഈ ആനന്ദും നമ്മുടെ ആക്ടേഴ്സുമാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു ഷൂട്ടിംഗ് സെറ്റായിട്ട് പലപ്പോഴും തോന്നാറില്ല. ഈ പറഞ്ഞ 2 മാസം റിഹേഴ്സലിന് 2 മാസമാണെങ്കിലും ഷൂട്ടിൻ്റെ അടുത്ത റിഹേഴ്സൽ 1 മാസം, ഷൂട്ടിന് 1 മാസം, മൊത്തം 2 മാസം നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നത്. ഫുൾ ഹാപ്പി ആയിരുന്നു. കഷ്ടപ്പാടിൻ്റെ ഇടയിലും നാടകവും അത്രയും സ്നേഹിച്ച് ഇവർ ഇത്രയും വർഷം നിന്നത് തന്നെ ഭയങ്കര ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും സിനിമ തന്നെയാണ് എല്ലാവരും. സിനിമയിൽ ഒരു നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ചിലപ്പോൾ വിനയിക്കായിരിക്കും. ഞാൻ ഓൾറെഡി കാസ്റ്റാണ് കൊടുക്കുന്നത്, സ്ക്രിപ്റ്റ് ഇല്ല. ഈ പറയുന്ന 11 പേരെ വെച്ചിട്ട് ഒരു തിരക്കഥ എഴുതുകയും ഈ 11 ആക്ടേഴ്സിനെ നമ്മൾ 10-35 ദിവസം ട്രെയിൻ ചെയ്യുകയും എന്നിട്ട് അവരെ വെച്ചൊരു സിനിമ ഉണ്ടാക്കുകയും ആ സിനിമ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന അതൊട്ടും എളുപ്പമല്ല. ഇതിന് ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും പലരും ഒരേ കാര്യം പറഞ്ഞത്, ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരു തുടക്കം മുതൽ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമില്ല. എനിക്ക് നിസ്സംശയം ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മളെല്ലാവരും നമ്മൾ വളരെ എല്ലാവരും ഒരേ രീതിയിൽ ആ സൗഹൃദം ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ സെറ്റിലാകാൻ പോണ സമയത്ത് കയറിയിട്ടുള്ള എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ അന്നേരം ഇവിടെ എന്താ വെച്ചാൽ ആളുകൾ കാണുന്ന ആളുകൾ തന്നെ അവർ തന്നെ എന്നുള്ള രീതിയിൽ ഇയാൾ കൊണ്ട് കളഞ്ഞു എന്നുള്ള രീതിയിൽ ഇവരുടെ ചില ശബ്ദങ്ങളൊക്കെ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെയായിരിക്കും അത്. അപ്പോഴേ അങ്ങനെ ചില സ്ഥലങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ റിപ്ലൈ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗോവയിൽ പോയിട്ട് വേറൊരാൾ പറഞ്ഞിട്ടാണ് എനിക്കറിയാം, നേരിട്ടല്ല. അയാളുടെ ഒരു സുഹൃത്തായിട്ട് പറഞ്ഞു അത്രേ, എന്നെ ചൂണ്ടിക്കാഞ്ഞു പറയും സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യം തോന്നി. അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കേട്ടു. എനിക്ക് ആകെപ്പാട് കിട്ടിയ കമൻറ്റ് എന്നെപ്പറ്റി അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരുപാട് പേരെ പറ്റി ഒരുപാട് കമൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൽ പല പേര് അവാർഡുണ്ടോ? നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള തീരുമാനമായിരുന്നു തോന്നുന്നു. നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽസിന് പോകാൻ അതിനുള്ളൊരു ക്വാളിറ്റി അവരതിൽ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും. പടം ഇറങ്ങാൻ വൈദ്യയിൽ വളരെയേറെ വിഷമമുണ്ടുള്ളത് പറഞ്ഞാൽ പലരും ഇങ്ങനെ ചോദിക്കുക എന്നാ ഇറങ്ങണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓരോ ഫെസ്റ്റിവലിന് പോയേക്കാണെന്നൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അമേരിക്കയിൽ ഫെസ്റ്റിവലിന് കിട്ടിയത്. അതിന് ചില അവാർഡുകളൊക്കെ കിട്ടി. പിന്നെ കേൾക്കുന്ന IFFK, അതിനുശേഷം ഇപ്പോൾ ഗോവൻ, ഐഫി, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ജിയോ മാമിന്ന് ഞാൻ കേട്ടിട്ട് പോലും എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ കുറേ ഫെസ്റ്റിവലൊക്കെ ഉണ്ടെന്ന് കേൾക്കണ പോലും. അപ്പോൾ അവിടെ എൻട്രി കിട്ടി. ഞാനിവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫെസ്റ്റിവലിലൊക്കെ പോകണമെന്ന്. പക്ഷേ അതിൽ ഞാൻ അഭിനയിച്ച ഞാനും കൂടെ ഒരു പാർട്ടായ ഒരു പടം അവിടെ കാണിക്കുമ്പോഴുള്ളൊരു സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണേ. ഈ സൽമാൻ ഖാനെ റെഡ് കാർപ്പറ്റിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു.
അത് കഴിഞ്ഞ് വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ റെഡ് കാർപ്പറ്റിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു. ഇതിലൂടെയല്ലേ രാവിലെ നമ്മൾ ഇതേപോലെ തന്നെയല്ലേ നടന്നു പോകുന്നത്. നമ്മളിങ്ങനെ ചുറ്റുമുള്ള ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും സന്തോഷമായാലും സുജിനായാലും സനോഷായാലും ജോളിയാണെങ്കിലും ഐച്ചേട്ടനും സെൽവൻ ചേട്ടൻ്റെയൊക്കെ എന്തോ ഒരു മേഘത്തിൻ്റെയൊക്കെ മുകളിലെത്തിയതുപോലത്തെ ഒരു അവരനുഭവിക്കുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സന്തോഷമുണ്ട്. ആദ്യ സിനിമയിൽ തന്നെ അത് കിട്ടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം റെഡ് കാർപ്പറ്റ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വേറെ ആളുകളെ റെഡ് കാർപ്പറ്റിലൂടെ കൊണ്ടുപോകുന്ന പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് ആദ്യമായിട്ട് നടന്നു തന്നെ അനുഭവിക്കുകയാണേ. ഇനി ആട്ടം ഇറങ്ങിയതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെ മാറുന്നു, അവർക്ക് എങ്ങനെ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കൊരു വ്യക്തി എന്നുള്ള തരത്തിൽ ഞാൻ ഈ സിനിമ ചെയ്തിട്ട് എന്ത് ഏൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഈ ഗ്രൂപ്പ് എന്ത് ഏൺ ചെയ്യുന്നു എന്നുള്ളതാണ്. പലർക്കും കഴിയാത്ത ചില കാര്യങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് സംഭവിച്ചേക്കണം, കിട്ടിയത്. അതിൽ എന്താണിത്, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ഇപ്പോഴും വളരെ എന്താ പറയുക, ആഹ്ലാദത്തിലാണ് ഞാൻ. പക്ഷെ ആട്ടം എന്നുള്ളൊരു സിനിമയാണ് നമുക്കൊരു സ്പേസ് നൽകുന്നത്. ആട്ടം എന്ന പേരിലായിരിക്കും മിക്കവാറും ഞാൻ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. എനിക്കിനിയിപ്പം ലോകത്തെ ഏത് ആക്ടറിൻ്റെ മുമ്പിലും ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും അഭിനയിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് ആട്ടത്തിൻ്റെ എക്സ്പീരിയൻസും ആനന്ദ് തന്നിട്ടുള്ളൊരു ഊർജ്ജവുമാണ്. ഇപ്പം എന്നെ മനസ്സിലാക്കിച്ച ഒരു സിനിമയാണ് ഇയാൾ. അപ്പോൾ എനിക്ക് എന്നെ മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, ഈ ഞങ്ങളെല്ലാവരെയും ഒന്നും കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ്, ഇതൊരു ഭാഗ്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ കാണുന്നത്. ഇത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക, കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. തീർച്ചയായിട്ടും എനിക്ക് സിനിമ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നാടകത്തിൻ്റെ ലോകം വേറെയാണ്, സിനിമയുടെ ലോകം വേറെയാണ്. കാരണം ഞാനത് മനസ്സിലാക്കിയത് ഇപ്പം ഈ ഒരു കുറച്ച് നാളുകൾ കൊണ്ടാണ്. 500 പേര് പടം കണ്ടിട്ട് 500 പേർക്കും പടം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തിയേറ്ററിക്കലാണ്, അല്ലെങ്കിൽ തിയേറ്ററിൽ വർക്ക് ആവുന്നുള്ളതാണ്. ആട്ടം ഒരു സിനിമ എന്നുള്ള രീതിയിൽ ആട്ടം എന്തുകൊണ്ടും ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ്. There is no one particular version of truth which is important. There are multiple truths and all of them can be valid and they can all coexist. പക്ഷേ ഈ പറയുന്ന പോലെ മനുഷ്യർ സ്വഭാവം ഉണ്ടല്ലോ, ചിലപ്പോൾ എങ്ങനെ മാറും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഇതുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യം ഈ സിനിമയിൽ അവശേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പറയാം.